നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി നോക്കാം. ജീവനെടുത്ത അനാസ്ഥ. ആ കൊണ്ടേ പോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ സ്റ്റേജ് പോയത് 10-40 കൊല്ലായി. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ജബ്ബാർ, അഷ്റഫ്, ബഷീർ, വിനോദ് എന്നിവരാണ് മരിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണത്. കോഴിക്കോട് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ അപകടം നേരിൽ കണ്ടവരുടെ ഞെട്ടലുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം വലിയ ദുരന്തമാണ് ഇന്ന് വലിയങ്ങാടിയിൽ ഉണ്ടായതെന്ന്. സമയം രാവിലെ 11:53. സിമന്റ് സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് മുന്നിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു അവർ 7 പേരും. നിമിഷ നേരം കൊണ്ടായിരുന്നു അപകടം. വലിയ ശബ്ദം കേട്ടയുടനെ 2 പേർ ഓടി രക്ഷപ്പെട്ടു. 5 പേർക്കുമേൽ സ്ലാബ് വന്നു പതിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. പുറത്തെടുക്കുമ്പോൾ തന്നെ 4 പേരുടെ നില അതീവ ഗുരുതരം. ഇപ്പൊ എടുത്ത ലെവലിൽ 2 പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. കാലില്ല, ഒന്നിനും കാല് 2 കഷ്ണമായി. ആ കൊണ്ടേ പോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് പൊതുവെ ചില ഭാഗങ്ങളൊക്കെ തടഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും. നമ്മളൊക്കെ ഒഴിഞ്ഞു മാറലാണ്. അന്നത്തെ അന്നം കണ്ടെത്താൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ 4 തൊഴിലാളികളുടെ ജീവനാണ് കോർപ്പറേഷൻ അനാസ്ഥയിൽ നഷ്ടമായത്. നമ്മൾ സ്റ്റേജ് പോയത് 10-40 കൊല്ലായി. നമ്മളൊക്കെ പേടിച്ചിട്ടുള്ള നിൽക്കണേ. മരിച്ച 4 പേരിൽ ജബ്ബാറിന്റെ സംസ്കാരം ഇന്ന് നടക്കും. കിണാശ്ശേരി കൊന്തനാരി ഖബർസ്ഥാനിലാണ് ഖബറടക്കം. മരിച്ച അത്തോളി സ്വദേശി അഷ്റഫിന്റെ സംസ്കാരം നാളെയാണ്. അപകടത്തിൽ തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ വിനോദിന്റെ മരണമാണ് ഒടുവിൽ സ്ഥിരീകരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കോഴിക്കോട് ടൗൺ പോലീസ് അപകടത്തിൽ അന്വേഷണം തുടങ്ങി. എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ഈ ദുരന്തത്തിന്റെ പാപഭാരത്തിൽ നിന്ന് കോർപ്പറേഷന് ഒഴിഞ്ഞു മാറി നിൽക്കാനാകില്ല. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. കോഴിക്കോട് വലിയങ്ങാടിയിൽ സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വൻ പ്രതിഷേധം. കോർപ്പറേഷൻ സെക്രട്ടറിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു. BJP, യൂത്ത് ലീഗ് പ്രവർത്തകരും കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചു. പുതിയ ലൈസൻസ് ആർക്കും നൽകിയിരുന്നില്ല എന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. BJP കൗൺസിലർമാരാണ് പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയത്. മേയറുടെ ചേംബറിലേക്ക് ചാടിക്കേറിയ കൗൺസിലർമാരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഇപ്പോൾ പൊളിഞ്ഞ കെട്ടിടം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് 2024 എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നുവെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. അപകടാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായി ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകൾക്ക് അവിടെ അനുമതി കൊടുത്തിട്ടില്ല. പുതിയ ലേലങ്ങളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. എന്നാൽ പഴയ തുടരുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അവർക്ക് നിലവിലുണ്ടായിരുന്ന ലൈസൻസ് 2026 വരെയുള്ള ലൈസൻസ് അവർക്ക് ലൈവായിട്ട് അവിടെ ഉണ്ട്. പുതിയതിനാർക്കും കൊടുത്തിട്ടില്ല. അടിയന്തരമായി നാളെ കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടണമെന്ന പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. 24 ബ്രേക്കിംഗ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് പുതിയ പ്രസിഡന്റ്. നിലവിൽ DYFI തൃശൂർ ജില്ലാ പ്രസിഡന്റായ RL ശ്രീലാലാണ് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അങ്ങനെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, വാർത്തകളിലും ചർച്ചകളിലും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഈ കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും തുടർഭരണം?
CPIMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം സംസ്ഥാനത്ത് തന്നെ CPIMനെ ഏറെ നാണം കെടുത്തിയ ഒരു സംഭവമായിരുന്നു കരുവന്നൂരിലെ ക്രമക്കേട്. അത് ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി തന്നെ നൽകിയിരുന്നു. നിലവിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറാണ് RL ശ്രീലാൽ ജയിച്ചത്. ഏതാണ്ട് 1800-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കരുവന്നൂർ ബാങ്കിലേക്ക് ശ്രീലാൽ ജയിച്ചു കയറിയത്. ഇതുകൂടാതെ KP വത്സലൻ എന്ന അവിടുത്തെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെയായ CPIMന്റെ നേതാവ് കൂടിയായ വത്സലൻ കൂടി ഇപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നിലവിൽ 11 സീറ്റുകളിലേക്കായിരുന്നു മത്സരം നടന്നത്. ബാക്കി 2 സീറ്റുകൾ CPIM എതിരില്ലാതെ തന്നെ LDF തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്തായാലും ആ 11 സീറ്റുകളിലും വൻ ഭൂരിപക്ഷമായിരുന്നു ഇടതുപക്ഷത്തിന് ലഭിച്ചത്. വലിയ പ്രകടനമൊക്കെ നടത്തി. എന്തായാലും ശ്രീലാൽ DYFI ജില്ലാ പ്രസിഡന്റാണ്, യുവ നേതാവാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന് നയിക്കും. മുഴുവൻ ഡെപ്പോസിറ്റുകളും തിരിച്ചു കൊടുക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു ഘട്ടത്തിൽ അവിടുത്തെ DYFI നേതാവ് കൂടിയായ ശ്രീലാൽ അടക്കം നടത്തുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ദിബാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ഈ ജാമ്യ ഹർജി. ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അമൃത, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീലാണ് നാളെ സുപ്രീം കോടതി പരിഗണിക്കാനായിരിക്കുന്നത്. ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ ബെഞ്ചായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുക. ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് സമീപിച്ച പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചതും ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ ബെഞ്ചായിരുന്നു. പക്ഷെ അതിൽ S. ജയശ്രീക്ക് മാത്രമായിരുന്നു കോടതിയിൽ നിന്നൊരു ആശ്വാസം ലഭിച്ചത്. ബാക്കിയുള്ളവരുടെ എല്ലാം ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ഈ കേസിൽ പ്രധാനമായി പങ്കജ് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ തനിക്ക് പങ്കില്ല, നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. കേസിൽ പ്രതിയാക്കിയതിനെതിരെയും ഒപ്പം തന്നെ കേസിൽ ജാമ്യം നൽകണം എന്നീ 2 ആവശ്യങ്ങളാണ് ഈ അപ്പീലിലുള്ളത്. നേരത്തെ ഇതേ ആവശ്യവുമായി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കേരള ഹൈക്കോടതി പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെ ഇതിപ്പോൾ കോടതി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ ഏറെ നിർണായകമാണ്. കേസിൽ ഇതുവരെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ കോടതി നടത്തിയ പല നിരീക്ഷണങ്ങൾ അത് ഏറെ സുപ്രധാനമായിട്ടുള്ള ഒന്നായിരുന്നു. എന്തായാലും നാളെ ഇപ്പോൾ ജസ്റ്റിസ് ദീപങ്കർ ദത്തയുടെ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അനാവശ്യമായാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ തന്ത്രിയെ മുൻനിർത്തി UDF-ഉം BJP-യും സുവർണാവസരം നോക്കുകയാണെന്ന് MP രാജേഷ് തിരിച്ചടിച്ചു. അതേസമയം നേറ്റീവിറ്റി കാർഡ് ബില്ല് റവന്യൂ മന്ത്രി K. രാജൻ അവതരിപ്പിച്ചു. ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി നിയമസഭ നാളെ പിരിയും. പതിവ് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് അനാവശ്യമാണെന്നും പ്രതിപക്ഷ നേതാവിന് പകരം സംസാരിച്ച തൃപ്പൂണിത്തുറ MLA K. ബാബു ആരോപിച്ചു. ആധാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. തന്ത്രിക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് ചോദിച്ച മന്ത്രി MP രാജേഷ് UDF-നും BJP-ക്കും ഒരേ സ്വരമാണെന്നും ആരോപിച്ചു. സർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJP-യുമുണ്ട്, UDF-ഉമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJP-ക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്. അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറായില്ല. ചോദ്യോത്തരവേള കഴിഞ്ഞ് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. നേറ്റിവിറ്റി കാർഡ് ചരിത്ര നിയമമെന്ന് ബില്ല് അവതരിപ്പിച്ച റവന്യൂ മന്ത്രി K. രാജൻ ഒരുമിച്ച് നിന്ന് ഇത് അംഗീകരിക്കുകയും ഇതിൽ ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷം അവരുടെ ആശങ്കകൾക്ക് തീർച്ചയായും കേരളം ഒരുമിച്ച് കേരളീയനായ മനുഷ്യന്റെ ഒപ്പം ഉണ്ടെന്ന് പ്രഖ്യാപിക്കാനും പ്രതിപക്ഷം ഇരുന്നില്ല. നടപടികൾ വെട്ടിച്ചുരുക്കി സഭ നാളെ പിരിയും. മാർച്ച് 26 വരെ നിശ്ചയിച്ചിരുന്ന സഭാ സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ പിരിയുന്നത്. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം നീട്ടിവെച്ചു. മറ്റന്നാൾ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം മാർച്ച് 1 മാറ്റിയത്. റോഡടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ട് എന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. 178 വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ് നടത്താനിരുന്നത്. മറ്റന്നാൾ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനമാണ് മാർച്ച് 1 മാറ്റിയത്.
റോഡടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. ആദ്യഘട്ടത്തിൽ 178 ഗുണഭോക്താക്കൾക്കായിരുന്നു താക്കോൽ കൈമാറാൻ നിശ്ചയിച്ചിരുന്നത്. നറുക്കെടുപ്പിലൂടെ തങ്ങളുടെ വീടുകൾ എവിടെയാണെന്നുള്ളതും ഗുണഭോക്താക്കൾക്ക് വ്യക്തമായിരുന്നു. സ്വന്തമാകാൻ പോകുന്ന വീടുകളുടെ അറ്റകുറ്റപ്പണികൾ അടക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു ദുരന്തബാധിതർ. വാസയോഗ്യമാകാൻ ഇനിയും മാസങ്ങളെടുക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശക്തമായിരുന്നു. ചടങ്ങ് നടത്താനിരുന്ന ടൗൺഷിപ്പിലെ വേദിയുടെ പ്രവൃത്തികളും ഏതാണ്ട് പൂർത്തിയായപ്പോഴാണ് തീയതി മാറ്റം. മുസ്ലിം ലീഗിന്റെ 1ാം ഘട്ട വീട് കൈമാറ്റം 28-ന് നടക്കാനിരിക്കെയാണ് നിലവിലെ തീയതി മാറ്റം. 24 വയനാട്. 24 ബിസിനസ് കോൺക്ലേവിന് സമാപനം. ICL FinCorp presents 24 Business Conclave, 2nd edition. Presented by ICL FinCorp Gold Loan, the intelligent choice. Digital transformation partner. Zoho, made in India, made for the world. Knowledge partner. Be the change, be the future. With Jain deemed to be University Kochi. Powered by Tata Power Solar Roof. Ye on the quality lifelong. Co-sponsored by ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്. Celebrating 40 years of Varghese Mullans Group. DBFS, Wealth Management and Non-Banking Finance. 24 ബിസിനസ് കോൺക്ലേവിന്റെ 2ാം പതിപ്പ് കൊച്ചിയിൽ നടന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിന് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും കേരളത്തിന് വേണ്ടത് മികച്ച വീക്ഷണമുള്ള നേതൃത്വത്തെയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കേരളത്തിന്റെ വളർച്ചയ്ക്ക് എന്നും മുന്നിൽ നിൽക്കുന്ന 24ന്റെ ബിസിനസ് കോൺക്ലേവ് 2ാം എഡിഷന് കൊച്ചി ചാക്കോളാസ് പവലിയനിൽ പ്രൗഢോജ്വലമായ തുടക്കം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. Honorable Minister Shri Kiran Rijiju to inaugurate the conclave by pressing the ceremonial buttons to unveil the. കേരളത്തിന്റെ വിശാലമായ തീരമേഖല വികസനത്തിൽ സംസ്ഥാനത്തിന്റെ സമ്പത്താണ്. അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവരാണ് മലയാളികളെന്നും കേന്ദ്രമന്ത്രി. Kerala is not receiving even a fraction of investment which Kerala deserves. The potential which Kerala has, it can draw multiple times more foreign direct investment or from various other sources, which is lacking. 24 ബിസിനസ് കോൺക്ലേവ് കേരള വികസനത്തിന് ദിശാബോധം നൽകുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. 15 വർഷമായി എയിംസ് ചോദിച്ചിട്ടും നൽകിയില്ലെന്ന് കേന്ദ്രമന്ത്രിയോട് KC വേണുഗോപാൽ പരാതിയും ഉന്നയിച്ചു. Union government also should help us in a bigger way. Rijuji, you are not looking to my face. Last 14 years we are asking for an All India Institute of Medical Science, which is still pending with you. രാജ്യാന്തര സാമ്പത്തിക നയമാറ്റങ്ങളും ബിസിനസ് വെല്ലുവിളികളും ചർച്ച ചെയ്ത കോൺക്ലേവിൽ ബിസിനസ് രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകി. 24 കൊച്ചി. പാർലമെന്റിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിലും സഭാ സമ്മേളനത്തോട് പ്രതിപക്ഷം സഹകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സഭ ശബ്ദായനമാകുമ്പോൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നായിരുന്നു KC വേണുഗോപാൽ MPയുടെ മറുപടി. 24 ബിസിനസ് കോൺക്ലേവ് 2ാം എഡിഷനിലെ സംവാദങ്ങൾ തുറന്ന ചർച്ചകളുടെ വേദിയായി. 24 ബിസിനസ് കോൺക്ലേവിന്റെ 2ാം എഡിഷൻ ചൂടുള്ള കാര്യമാത്ര പ്രസക്തമായ ചർച്ചകൾ കൊണ്ട് വേറിട്ടതായി. 24 സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ കേന്ദ്രമന്ത്രിയും അതിഥികളും തമ്മിലുള്ള സംവാദം നയിച്ചു. What will be the support we will be getting to improve the infrastructure in Kerala? The whole Kerala is like a huge city, and if you can create different zone as a unit of a city, then you can unleash the potential. But then this corridor should not create a situation of compartmental kind of division, because the mobility of the people within Kerala has to be completely free. It should not be disturbed. പാർലമെന്റ് ബഹളത്തിൽ മുങ്ങുന്നത് ചർച്ചകളുടെ വഴിമാറ്റുന്നുവോ എന്ന ചോദ്യത്തിന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി. We are a parliamentary democracy. Our parliament will be noisy always, even if there are issues, but parliament must function. തിരിച്ചടിച്ച് KC വേണുഗോപാൽ MP. With due respect to our parliamentary minister, I have to say that the save for opposition is not happening these days at all. കേരളീയ സാഹചര്യങ്ങളിൽ വികസനവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ചർച്ച സംരംഭകർക്ക് പുതിയ ഉൾക്കാഴ്ച നൽകുന്നതായി.
ജൈൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം എം ജോസഫ്, എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ, ഫ്രസ്റ്റ് ഹോം സിഒഒ മാത്യു ജോസഫ്, ശ്രീജിത്ത് പണിക്കർ എന്നിവർ പാനലിസ്റ്റുകളായ ചർച്ച 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം നയിച്ചു. 96 തന്നെ ഈ പറയുന്ന വിവിധ ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതിനൊരു ഇപ്പോഴും നമുക്കൊരു ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടാവുന്നുണ്ടോ ശ്രീ ഹരികുമാർ സർ? ഇവിടെ നമുക്ക് പല മേഖലകളിൽ, അത് അഗ്രികൾച്ചർ, ഫിഷറീസ്, ട്രാൻസ്പോർട്ട്, എനർജി, പല മേഖലകളിലും കാർബൺ റിഡക്ഷൻ ഉള്ള സ്കോപ്പുള്ള കുറേയേറെ പ്രോഗ്രാംസും പ്രോജക്ട്സും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ആഗോള വ്യാപാരവും കയറ്റുമതി തീരുവയും എന്ന സെഷൻ ആഴമേറിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത്. ട്രംപിസം ഉണ്ടാക്കുന്ന ആശങ്കകൾ സംവാദത്തിൽ ഇടം പിടിച്ചു. സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ്, CII കേരള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിഭാഗം കൺവീനർ അജയ് ജോർജ് വർഗീസ്, ക്യാപിറ്റിആർ ഫൗണ്ടർ CA ശ്രീജിത്ത് കുനിയിൽ, മൂലൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വർഗീസ് മൂലൻ എന്നിവർ പാനലിസ്റ്റുകളായ ചർച്ച 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാൻ നയിച്ചു. എന്തുകൊണ്ട് നമ്മുടെ ഈ അഗ്രികൾച്ചർ സെക്ടർ ഇൻക്ലൂഡിംഗ് സ്പൈസസ് ഈ ഇസ്രായേൽ മോഡല് വേണ്ട പോലെ കേരളത്തിലോ ഇന്ത്യയിലോ വരുന്നില്ല? അതൊക്കെ നമുക്ക് കോപ്പി ചെയ്യാവുന്നേ ഉള്ളൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരളത്തിന് കുറച്ച് സ്ഥലമുള്ളൂ, ആ സ്ഥലത്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഇസ്രായേൽ മോഡൽ അഗ്രികൾച്ചർ ഫാമിംഗ് തുടങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവ്നെസ് ഉണ്ട്. കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് കരുത്താകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ സംഭാവന നൽകിക്കൊണ്ടാണ് 24 ബിസിനസ് കോൺക്ലേവിന്റെ 2ാം പതിപ്പിന് സമാപനമായത്. 24 കൊച്ചി. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിലെ മുറിവ് ഭേദമാകാത്തതിനെ തുടർന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.